ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വേറെ ഒന്നുമല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാനായിട്ട് ലേറ്റ് ആയത്. എനിക്കറിയാം കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ വിൻ്റർ സീസണിലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ന്യൂ ഇയറിൻ്റെ തലേന്നും അതുപോലെ തന്നെ സെയിം ഡേ 1st ജാനുവരിക്കുമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഫ് യു ആർ ന്യൂ ഹിയർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഫയർ വർക്ക്സ് കുറേ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടായി. പക്ഷെ ഞങ്ങൾ എപ്പോഴും പോകുന്നത് മറാസി ബീച്ചിലാണ്. വേറൊന്നുമല്ല, അവിടെ വലിയൊരു തിരക്കൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെയല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റഷായി പോകും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മറാസിയിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആവുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരുപാട് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല ബോറിംഗ് ആയിരിക്കും. കാരണം നാട്ടിലെ പോലെയൊന്നുമല്ല, നോർമൽ ഫയർ വർക്ക്സ് ഒക്കെ കാണാനാണ് ഭംഗിയുള്ളൂ. അതല്ലാതെ എനിക്ക് കൂടുതൽ ഇഷ്ടം നാട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 10:30 ടൈമൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അതുമാത്രമല്ല നാളെ ബ്രദർ നാട്ടിലൊക്കെ പോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മറാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം എന്തായാലും നെക്സ്റ്റ് ഇയർ ഒന്നും അവൻ നാട്ടിൽ പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസിനും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനൊക്കെ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളായിട്ട് അഹമ്മദ് അൽ മഗ്രിബിയുടെ പെർഫ്യൂം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നാട്ടിലേക്ക് കൊടുത്തുവിടാനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ മറാസി ബീച്ചിലേക്കാണ് പോകുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം ചെറിയൊരു തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് നല്ല ത്രോട്ട് പെയിനാണ്. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടും, അപ്പോൾ അതുകൊണ്ടാണ് ഇനിയും ഡിലേ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ത്രോട്ട് പെയിനോട് കൂടിയിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇനിയുള്ള വ്ളോഗ്സൊക്കെ നമുക്ക് എന്തായാലും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എൻ്റെ ചെറുപ്പത്തിൽ ഈ ന്യൂ ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ ആരുമില്ല പുറത്തേക്ക് പോകാനും എൻജോയ് ചെയ്യാനും ലേറ്റ് നൈറ്റൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഫോൺ കണ്ട് പാട്ട് കേട്ട് TV കണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നൊന്ന് നോക്കി നോക്കുമ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ലൈഫിൽ ആരും കൺട്രോൾ ചെയ്യാനൊന്നുമില്ല. നമുക്കിഷ്ടമുള്ളപ്പോൾ നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവരുടെ കൂടെ അങ്ങനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും എവിടെ വേണമെങ്കിലും പുറത്ത് പോകാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുമായിരുന്നു ഈ ന്യൂ ഇയറൊക്കെ ഇങ്ങനെ ഒരു ഫയർ വർക്ക്സ് കാണാനും. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് മടുത്തെന്ന് പറയാം. പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഒരു പുതിയ വർഷമാണല്ലോ,
നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബ്രദറോടെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും പോകാൻ വേണ്ടിയിട്ട് മടിയുള്ളൊരു കാര്യം. കാരണം നമ്മൾ ഈ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കും. സോ എന്തായാലും ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ഫയർ വർക്ക്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പോയോ. അങ്ങനെ ഒരു അടിപൊളി ഫയർ വർക്ക്സ് ഒക്കെ കണ്ടു. ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തായാലും നമുക്ക് നാളെ എഴുന്നേറ്റിട്ടുള്ള വിശേഷങ്ങൾ കാണാം. പിറ്റേ ദിവസം ശരിക്കും ഡ്യൂട്ടി ഉള്ളൊരു ദിവസമായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ലീവ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹാജീസ് കഫേയിലാണ് പോയത്. ഞാൻ കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഫേ ആയിരുന്നു. അറൗണ്ട് 75 ഇയേഴ്സൊക്കെ ഈ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്ര വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ചൊക്കെ കഴിക്കാനായിട്ടുള്ള കറക്റ്റ് ഒരു സ്പോട്ടാണ് ഹാജീസ് കഫേ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഇതാ നേരെ ഈ കരഞ്ഞു പിടിച്ചിട്ട് പോകുന്നത് എയർപോർട്ടിലേക്കാണ്. വേറൊന്നുമല്ല, ഇന്ന് ബ്രദർ തിരിച്ച് പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ ഇത്ര ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെപ്പോഴും ഞങ്ങൾ 3 പേരും മാത്രമായിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട ലൈഫാണ്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരാഴ്ചയാണെങ്കിലും പുതിയൊരാൾ വന്നു. എപ്പോഴും ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളുടെ ലൈഫിന് കുറച്ച് കളറായിരുന്നു. പക്ഷേ ഇക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും നല്ല വിഷമമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഹാല കൂടുതൽ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹാലാനെ ഡേ കെയറിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു കഫറ്റീരിയയിൽ കയറി. റിലാക്സ് എന്ന് പറഞ്ഞിട്ടൊരു കഫറ്റീരിയ ഉണ്ട്, മനാമയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഭയങ്കര അടിപൊളി ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങളെപ്പോഴും അവിടെ പോയി കുടിക്കാറുണ്ട്. അപ്പോൾ അതോടെ ഇക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഇയർ ആയിട്ട് എനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം മിക്സ്ഡ് ഇമോഷനായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും കൂടെ ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ സന്തോഷം. അന്ന് രാവിലെ തന്നെ ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ഇമോഷണലായിരുന്നു അന്നത്തെ ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്ളോഗ്സൊന്നും പിന്നെ ഞാൻ എടുത്തില്ല. ഇനി എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. സോ അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.